രക്ഷാപ്രവർത്തകർക്കൊപ്പം തന്നെ ഈ വൈകിയ വേളയിൽ തിരച്ചിലിൽ ഏറ്റവും കൂടുതൽ സജീവമാകുകയാണ് സന്നദ്ധ പ്രവർത്തകരും. അത്രമേൽ പ്രതീക്ഷ നൽകുന്നുണ്ട് അവർക്ക് അങ്ങനെ ഒരു സിഗ്നൽ ലഭിച്ചത്, അതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ തുടരാനുള്ള തീരുമാനം ഒക്കെ. ആദ്യം തന്നെ ഇവിടെ നിന്ന് മടങ്ങിയ മൂന്നാമത്തെ ഫലം നെഗറ്റീവാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള എല്ലാവർക്കും ഇവിടെ നിന്ന് മടങ്ങണമെന്ന കർശന നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇവിടെ നിന്ന് മടങ്ങിയ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുമായി സംസാരിച്ചതിനെ തുടർന്ന് അവർ നമ്മളോട് പറഞ്ഞിരുന്നത് സൈന്യമടക്കമുള്ള അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ള വിദഗ്ധരടക്കമുള്ള ആളുകളുടെ നിർദ്ദേശമനുസരിച്ച് എത്ര സമയം വേണമെങ്കിലും ഈ സിഗ്നലിന് അനുസൃതമായുള്ള ഏത് തരത്തിലുള്ള പരിശോധനകൾക്കും തങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശം ലഭിക്കുകയുണ്ട്. ഈ അവിടെ നിന്ന് മടങ്ങിയ മുഴുവൻ സന്നദ്ധ സേവകരെയും വിവിധ ജാതി മത രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകരാണ് ഇപ്പോൾ ഒരേ മനസ്സോടുകൂടി ഇത്തരത്തിൽ ഒരേ ഒരു ലക്ഷ്യത്തിനായി ഇവിടെ എത്തി. ഇപ്പോൾ മുണ്ടകൈ സെന്ററിലെ ഇത്തരത്തിലുള്ള ഏറെ പഴക്കമുള്ള ഈ നാടിന്റെ ഒരു കാലത്ത് ജീവനാഡിയായിരുന്ന കെട്ടിടത്തിന്റെ ആ ചിത്രം ഇപ്പോൾ ഭാഗികമായി തകർന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം ഇപ്പോൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റിക്കൊണ്ട് താഴേക്ക് പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നത്. ഇനിയും ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് എത്രത്തോളം സന്നദ്ധ സേവകർക്ക് ഇവിടെ എത്താൻ കഴിയുമോ അത്രത്തോളം സന്നദ്ധ സേവകർ ഇവിടെ എത്തി ഈ ഒരു ലക്ഷ്യത്തിനായി ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. മാധു, അരുൺ, അമൃതയിലേക്ക് പോകാം. അരുൺ, ഈ കെട്ടിടത്തിന്റെ ഒരു ശക്തി ശോഷണം ഒരു വലിയ ആശങ്കയായിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തകരടക്കം അവിടെ ഊർജിതമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്തൊക്കെ മുൻകരുതൽ എടുക്കുന്നുണ്ട് അത്രയും അപകടകരമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടുള്ള തെരച്ചിലിന്? ആദ്യമായി നമ്മളെടുത്തൊരു മുൻകരുതൽ അത് യന്ത്രത്തിന്റെ സാങ്കേതിക കൂടി കണക്കിലെടുത്താണ്. അത് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടല്ല, അത് പ്രധാനമായും ഈ റേഡിയസിൽ നിന്നുള്ള ഒരു സിഗ്നലിന് തടസ്സമുണ്ടാകരുത്. അതിന് 50 മീറ്റർ അകലെ ആയിരിക്കണം ഏവരും എന്നുള്ളതാണ്. നേരത്തെ അതിനനുസരിച്ച് ഒരു ഇറ്റാച്ചി മാത്രം ഉപയോഗിച്ചുള്ള തെരച്ചിലാണ്. പക്ഷെ ഇപ്പോൾ പുരോഗമിക്കുന്നത് നേരെ ഈ കെട്ടിടത്തിന് മുന്നിലായുള്ള തിരച്ചിലാണ്. അവിടെ നമുക്ക് ഏറെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഘടകങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഈ വടം ഉൾപ്പെടെ ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കും. നിലവിൽ ഈ സന്നദ്ധ പ്രവർത്തകർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സൈനികരുണ്ട്, നിർദ്ദേശം നൽകുന്നുണ്ട്. സൈനികരുടെ കമാൻഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവരും പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ഈ ഷട്ടർ തുറക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് ആ ഭാഗത്ത് ഒരു സ്ട്രോങ് സിഗ്നൽ എന്ന് നേരത്തെ അവർ വിശേഷിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് സിഗ്നൽ അവിടെയാണോ ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് അവിടേക്ക് ഏത് തരത്തിലുള്ള പരിശോധനയായിരിക്കും അവർ നടത്താൻ പോകുന്നത്? എന്തായാലും അതിന് ഉള്ളിലേക്ക് ആഴ്ന്നിറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാണ്. വെളിച്ചം ഒരു പ്രതികൂല ഘടകമാകുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് നമുക്ക് വെളിച്ചം എത്തിക്കാം, സൈനികർ വഴി വെളിച്ചം എത്തിച്ചുകൊണ്ട് തെരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ്. ഏത് സമയം വരെയും നേരത്തെ സാറങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്. ഏത് സമയം വരെയും നമുക്ക് തെരച്ചിൽ തുടരാനുള്ള സന്നദ്ധതയുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള സന്നദ്ധത അവരറിയിക്കുന്നു, ഈ സന്നദ്ധ പ്രവർത്തകർ അറിയിക്കുന്നു. ഒരു തരത്തിലുള്ള ഒരു കുറവും അവർക്ക് ഉണ്ടാകരുതെന്നാണ് ഇതുവഴി പോയ സന്നദ്ധ പ്രവർത്തകർ പറയുന്നത്. ഞാനും ഗോകുലും സാരംഗും ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കേട്ടത് അത്തരത്തിലൊരു ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ഉണ്ട്. നിശ്ചയദാർഢ്യം എന്ന വാക്ക് തന്നെയായിരിക്കും ഉചിതം. കാരണം അത്തരത്തിൽ ഏവരും ഇതിനായി ഉറച്ചു നിൽക്കുന്നു. പിന്മാറിയ ഇടത്തു നിന്ന് വീണ്ടും തിരിച്ചു വരുന്നെങ്കിൽ അതൊരു ശതമാനമാണെങ്കിൽ പോലും ആ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ തിരച്ചിലിന്റെ പ്രതികൂല ഘടകങ്ങളെയും മറികടക്കാനുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ആ റേഡിയസിന്റെ 2 മീറ്റർ ഉള്ളിലുള്ള ആ റേഡിയസിൽ വരുന്ന ആ സിഗ്നലാണ്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അതൊരു ജീവന്റെ അംശമാണെങ്കിൽ നമ്മൾ വൈകിക്കൂടാ എന്നുള്ളത് തന്നെയായിരിക്കാം അവർക്ക് വന്നിട്ടുള്ള നിർദ്ദേശമായി നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ സൈന്യത്തിന്റെ കൂടുതൽ സംഘം ഇങ്ങോട്ടേക്ക് എത്തും. ഈ എത്ര സംഘം വേണമെങ്കിലും തയ്യാറായി മറുകരയിൽ ചൂരൽമല ഭാഗത്തായി നിൽക്കുന്നുണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. എത്ര സംഘത്തെ വേണമെങ്കിലും നമുക്ക് ഇവിടേക്ക് എത്തിക്കാവുന്നതാണ്. പക്ഷേ അതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ റേഡിയോ സിഗ്നലിൽ ഒരു തടസ്സം ഉണ്ടാകരുത്. ഈ ആളുകളുടെ ഒന്നും ഒരു തടസ്സം, ഒരു ഇൻട്രപ്ഷനായി വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇറ്റാച്ചിയോ മറ്റു മണ്ണുമാന്തി യന്ത്രങ്ങളോ ഉൾപ്പെടെ അവിടെ ആഴത്തിൽ ഇറങ്ങേണ്ട ഒരു ഘട്ടമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവർ ഇപ്പോൾ പരിശോധിക്കുന്ന ഒരു മേഖലയിൽ ഇറ്റാച്ചിയോ മറ്റു മണ്ണുമാന്തി യന്ത്രങ്ങളോ ഒക്കെ ആവശ്യമുണ്ടാകുമോ എന്നുള്ള സംശയമാണ്. കാരണം അങ്ങനെ ഒരു മേഖലയാണ് കെട്ടിടത്തിന്റെ. ഇതൊരു കെട്ടിടം ഒരു പാർട്ടി ഓഫീസ് നിൽക്കുന്നുണ്ട്, മറ്റ് കടകളൊക്കെ ഉള്ള ഒരു ടൗൺഷിപ്പ് ഏരിയ ആണ് അത്. ഇത് അപ്പോൾ ആ മേഖലയിലുള്ള ഒരു കെട്ടിടമാണ്. മറ്റു സമീപമുള്ള കെട്ടിടങ്ങളൊക്കെ ചിതറിയ നിലയിലാണ്. അപ്പോൾ ഈ ഒരു കെട്ടിടം വലിയ
കേടുപാടുകൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് വിസിബിൾ ആണ് എന്നുള്ളതാണ് കെട്ടിടം. വീണ്ടും ആളുകളോട് മാറാനുള്ള നിർദ്ദേശം സൈന്യം നൽകുന്നു. വീണ്ടും ആളുകളോട് മാറാനുള്ള സൈന്യം നിർദ്ദേശം നൽകുന്നു. അത് 50 മീറ്റർ അതിലേക്ക് ആളുകൾ മാറണം എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഈ സിഗ്നൽ മാത്രമാണ് ഉള്ളൊരു ശുഭപ്രതീക്ഷ. അതിനൊരു ഡിറ്റക്ഷനിൽ ഒരു ഇന്റർസെപ്ഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കാരണം. മറ്റാളുകളൊന്നും ഇവിടേക്ക് കൂടി നിൽക്കുന്നത് സൈന്യം വിലക്കിയിട്ടുണ്ട്. നിലവിലിവിടെയുള്ളത് ഈ സന്നദ്ധ സേവാ അംഗങ്ങൾ മാത്രമാണ്, മാധ്യമ പ്രവർത്തകർ മാത്രമാണ്. നമ്മൾ നിശ്ചിതമായ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. യാതൊരു ഘട്ടത്തിലും ഒരു പ്രതീക്ഷയാണ്, എവരെയും പോലെ നമ്മളും പ്രതീക്ഷ അർപ്പിച്ചാണ് ഈ ദൗത്യത്തിനൊപ്പം ചേരുന്നത്. എന്തായാലും വെളിച്ചം കൂടുതൽ ആവശ്യമെങ്കിൽ അത് എത്തിക്കണം. കൂടുതൽ സൈന്യത്തെ ഫോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അത് എത്തിക്കണം. ഫോഴ്സ് ആവശ്യം ഉണ്ടെങ്കിൽ പോലും അത് തടസ്സമാകാത്ത രീതിയിലായിരിക്കണം. ആളുകളാൽ ഒരു തടസ്സം ഉണ്ടാകരുത്. ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളെല്ലാം സജ്ജമാണ്. അതിന് യാതൊരു തടസ്സവുമില്ല. അതിനൊരു കൃത്യമായ പ്ലാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് എത്താൻ സാധിച്ചു. ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിലൂടെ നമുക്ക് ഏതെല്ലാം രീതിയിൽ തെരച്ചിൽ നടത്താമെന്ന പ്ലാനിലൂടെയാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രതീക്ഷാവഹമായ കാര്യത്തിൽ എത്തിയത് എന്നുള്ളത് കൂടിയാണ്. ആശാവഹമായ കാര്യം നമുക്ക് ലഭിക്കുന്നത്. റഡാർ എത്തിച്ചു, ഇറ്റാച്ചി യന്ത്രങ്ങളുണ്ട്, സന്നദ്ധ സേവാ പ്രവർത്തകർ എത്ര വേണമെങ്കിലും ഇനിയും വരാൻ തയ്യാറായി നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട്. അപ്പോൾ നമുക്കുള്ള പ്രതീക്ഷ ആ ഒരു റേഡിയോ സിഗ്നലിലാണ്. അത് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. തിരച്ചിലിനായി വെളിച്ചമുണ്ട്. മഴ മാറി നിൽക്കുന്നു എന്ന ആശ്വാസ ഘടകം വീണ്ടും ആവർത്തിക്കുകയാണ്. മഴ മാറി നിൽക്കുന്നു. പ്രതികൂല കാലാവസ്ഥ പല ഘട്ടങ്ങളിലും വില്ലനായ സാഹചര്യമുണ്ട്. ഇവിടെ നിലവിൽ മഴ മാറി നിൽക്കുന്നു. ഇനി അഥവാ മഴ പെയ്താൽ ഉണ്ടാകുന്ന സാഹചര്യം കൂടെയാണെന്ന് പറഞ്ഞു പോകാം. ഇതിനുള്ളിലുള്ള തിരച്ചിലിനെ അത് ബാധിക്കും. കാരണം ഈ ചെളിക്ക് മുകളിലായി, ചെളിയുടെ പ്രതലത്തിന് മുകളിലായി കൂടെ വെള്ളം വന്ന് കെട്ടി നിന്നാൽ അത് കാര്യമായി തന്നെ ഈ രക്ഷാദൗത്യത്തെ ബാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ മറികടന്നുകൊണ്ട് വേണം ഈ തെരച്ചിലേക്ക് കടക്കാൻ. അതിന് മഴ മാറി നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. മഴ മാറി നിൽക്കുന്നുണ്ട്. നമുക്ക് ആകാശത്തേക്കൊക്കെ നോക്കുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ പോലെ, തെളിഞ്ഞ മാനം പോലെ എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും മഴയ്ക്കുള്ള സാധ്യത എത്രത്തോളം എന്ന് അറിയില്ല. എന്തായാലും മഴ വിട്ടു നിൽക്കുന്നുണ്ട്. ആദ്യമായായിരുന്നു ഈ മുണ്ടക്കൈയിൽ എത്തി ഈ ഒരു 4 ദിവസം പിന്നിടുമ്പോൾ മഴ ഇത്ര നേരം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. അത് എന്തായാലും ഒരു അനുകൂല ഘടകമായി തന്നെ ഈ ദൗത്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ്. മാധു.